കഥ തുടങ്ങുമ്പോൾ രൂപ ഒരു പെൺകുട്ടിയെ കാണുകയാണ്. ആ പെൺകുട്ടി രൂപിനോട് രൂപിനെ ഒത്തിരി ഇഷ്ടമാണെന്നും രൂപിന് വേണ്ടി ജീവൻ കൊടുക്കുമെന്നും പറയുന്നു. ആ കാര്യം കേൾക്കുന്ന രൂപ ഇന്ന് രാത്രി പാലസിൽ വരാൻ പറയുകയാണ്. പാലസിൽ വരുന്ന ആ പെൺകുട്ടിയോട് രൂപ ഒരു സത്യം പറയാമെന്നും പറഞ്ഞ് ആ പെൺകുട്ടിയോട് കണ്ണാടിയിൽ നോക്കാൻ പറയുമ്പോൾ ആ പെൺകുട്ടി കണ്ണാടിയിലുള്ള രൂപം കണ്ട് പേടിച്ച് ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ രൂപ ആ പെൺകുട്ടിയെ കൊല്ലുകയാണ്. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന രൂപ അടുത്ത പൗർണമിക്ക് മുമ്പ് വാക്കു കൊടുത്തതുപോലെ നടക്കണമെന്ന് പറയുകയാണ് രൂപ. ശേഷം വേറൊരു പെൺകുട്ടിയെയും അതുപോലെ പാലസിൽ കൊണ്ടുപോയി കണ്ണാടിയിലൂടെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കുകയും അത് കണ്ട് പേടിച്ചോടുന്ന പെൺകുട്ടിയെ രൂപ കൊല്ലുകയും ചെയ്യുന്നു. തുടർന്ന് വിഷമിച്ചു നിൽക്കുന്ന രൂപ സത്യസന്ധമായി എന്റെ രൂപത്തെ സ്നേഹിക്കുന്ന പെൺകുട്ടി എവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് രൂപ. ആ സമയം സുഹാസിനിയെ കാണിക്കുകയാണ്. സുഹാസിനി ഒരു ആക്സിഡന്റിലൂടെ രൂപിനെ പരിചയപ്പെടുന്നു. രൂപിന് മരുന്ന് വെച്ച് കൊടുക്കുകയും കെയർ ചെയ്യുന്നതും കാണുന്ന രൂപിന് സുഹാസിനിയെ ഇഷ്ടപ്പെടുകയാണ്. ശേഷം അവർ പല സ്ഥലങ്ങളിൽ യാദർശികമായി കാണുകയും ഇഷ്ടത്തിലാവുകയും ചെയ്യുന്നു. സുഹാസിനി രൂപിന് അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സുഹാസിനിയുടെ അച്ഛൻ ഒരു പൂജാരിയും പണ്ഡിതനുമാണ്. സുഹാസിനിയുടെ അച്ഛന് രൂപിനെ ഇഷ്ടപ്പെടുകയാണ്. ശേഷം രൂപ സുഹാസിനിയുമായി പാലസിൽ വരുന്നു. എന്നിട്ട് രൂപ കണ്ണാടിയിലൂടെ രൂപിന്റെ യഥാർത്ഥ രൂപം സുഹാസിനിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന സുഹാസിനി ഇതെന്താണ് ഇങ്ങനെ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന രൂപ കണ്ണാടിയിലൂടെ കാണുന്നത് എന്റെ യഥാർത്ഥ രൂപമല്ല എന്നും നാളത്തെ രാത്രി കഴിഞ്ഞാൽ എന്റെ ഈ കാണുന്ന രൂപത്തിൽ തന്നെ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന സുഹാസിനി രൂപിനോട് ഞാൻ സത്യസന്ധമായാണ് സ്നേഹിച്ചതെന്നും രൂപിന്റെ സൗന്ദര്യത്തെ അല്ല രൂപിന്റെ നല്ല മനസ്സിനെയും ആത്മാവിനെയുമാണ് സ്നേഹിച്ചതെന്നും ആദ്യം പേടിച്ചെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട് എല്ലാം ശരിയാകുമെന്നും എന്ത് ചെയ്യാനും തയ്യാറാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന രൂപ സുഹാസിനിയോട് നാളെ ആരും അറിയാതെ പൂർവികരുടെ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ച് ആ രാത്രി മുഴുവൻ നമ്മൾ ഒരു സ്ഥലത്ത് നിന്നാൽ എന്റെ രൂപ എന്നേക്കുമായി മാറുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സുഹാസിനി രൂപിന്റെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുകയാണ്. അടുത്ത സീനിൽ വിവാഹമാണ് കാണിക്കുന്നത്. വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം സുഹാസിനിയോട് രാവിലെ വരെ ഇവിടെ തന്നെ ഇരിക്കണമെന്നും കുറച്ചു നേരത്തേക്ക് ഞാൻ കണ്ണാടിയിൽ കാണുന്ന രൂപത്തിലായിരിക്കും പേടിക്കരുതെന്നും പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് രൂപ അവിടെ നിന്ന് പോകുന്നത് കാണുന്ന സുഹാസിനി വിഷമത്തോടെ നിൽക്കുകയാണ്. ശേഷം രൂപ കണ്ണാടിയിലെ ചെകുത്താനെ വിളിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ചെകുത്താൻ രൂപിന് തന്റെ യഥാർത്ഥ രൂപം മുഴുവനായി കൊടുക്കുകയാണ്. അവിടെ നിന്ന് പോകുന്ന രൂപിന് മണ്ഡപം കാണുമ്പോൾ സുഹാസിനിയെ ഓർമ്മ വരികയാണ്. വിഷമം വരുന്ന രൂപ എങ്ങനെയെങ്കിലും സുഹാസിനിയെ രക്ഷിക്കണമെന്ന് വിചാരിച്ച് അവരുടെ പാലസിലെ പഴയ കെയർടേക്കറെ കാണാൻ പോകുന്നു. കെയർടേക്കർ രൂപിനോട് രൂപിന്റെ അച്ഛനും ഇങ്ങനെ വിരൂപനായിരുന്നു എന്നും ഒരു ചെകുത്താന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹം സൗന്ദര്യമുള്ള ആളായെന്നും പറയുകയാണ്. എന്നിട്ട് പാലസിൽ ഒരു ബുക്ക് ഉണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന രൂപിന് പാലസിൽ നിന്ന് ഒരു ബുക്ക് കിട്ടുന്നു. പക്ഷെ അതിലെ ഭാഷ വായിക്കാൻ കഴിയാതെ രൂപ വിഷമിച്ച് നിൽക്കുമ്പോൾ സുഹാസിനിയുടെ അച്ഛന്റെ കാര്യം ഓർമ്മ വരുന്ന രൂപ സുഹാസിനിയുടെ അച്ഛന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ പോകുന്ന രൂപ സുഹാസിനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്നിട്ട് രൂപ മുമ്പ് വിരൂപനായിരുന്നു എന്നും ചെകുത്താന്റെ അടുത്ത് പോയപ്പോൾ ചെകുത്താൻ ഒരു വാക്ക് കൊടുത്തപ്പോഴാണ് രൂപിന് തന്റെ യഥാർത്ഥ സൗന്ദര്യം തിരിച്ചു കിട്ടിയെന്നും രൂപിനെ സത്യസന്ധമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പെൺകുട്ടിയെ ചെകുത്താന് കൊടുക്കണം. അതാണ് രൂപ ചെകുത്താന് കൊടുത്ത വാക്ക്. ഈ വാക്ക് തെറ്റിച്ചാൽ പിന്നീട് എന്നേക്കുമായി രൂപിനെ കാണാൻ ചെകുത്താനെ പോലെ ആയിരിക്കുമെന്നും പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന സുഹാസിനിയുടെ അച്ഛൻ ആദ്യം രൂപിനോട് ദേഷ്യപ്പെടുമെങ്കിലും രൂപ സുഹാസിനിയെ രൂപിന് ഇഷ്ടമാണെന്നും സുഹാസിനിയെ രക്ഷിക്കണമെന്നും പറയുന്നത് കേൾക്കുന്ന അയാൾ ആ ബുക്ക് വായിച്ച് ആ ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയം സുഹാസിനിയുടെ അടുത്ത് ചെകുത്താൻ വരികയാണ്. ആ ചെകുത്താനെ കാണുന്ന സുഹാസിനി അത് രൂപാണെന്ന് തെറ്റിദ്ധരിച്ച് നിൽക്കുകയാണ്. ആ സമയം അവിടെ വരുന്ന രൂപിനെ കണ്ട് ഞെട്ടി നിൽക്കുന്ന സുഹാസിനിയെ ചെകുത്താൻ കൊല്ലുമെന്ന് പറഞ്ഞു നിൽക്കുന്ന സമയം അവിടെ രാവിലെയുള്ള സൂര്യപ്രകാശം വരികയും അപ്പോൾ തന്നെ സുഹാസിനിയുടെ അച്ഛൻ കണ്ണാടി കൊണ്ടുവരികയും ചെകുത്താൻ ആ കണ്ണാടിയിൽ നോക്കുന്ന സമയം ചെകുത്താൻ ഭസ്മമായി പോവുകയും ചെയ്യുന്നു. ശേഷം രൂപിന്റെ അടുത്ത് വരുന്ന സുഹാസിനിയോട് സുഹാസിനിയുടെ അച്ഛൻ എല്ലാ കാര്യങ്ങളും പറയുകയാണ്. എന്നിട്ട് അവർ 3 പേരും സന്തോഷത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. ഇതോടെ ഈ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി ഉടൻ വരാമേ. ബൈ.